നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂസഫ് അലിയെ ഉപദേശിക്കുകയാണ് ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങര. താനാണ് ലുലു മാൾ നടത്തുന്നത് എങ്കിൽ പാർക്കിംഗ് ഫീസ് വാങ്ങില്ല എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അഭിപ്രായം. പകരം ആ പൈസയും കൂടി മാളിലെ ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുത്തും. സ്വാഭാവികമായും ആളുകൾ അപ്പോൾ പരാതി ഉയർത്തില്ല എന്നും ബുദ്ധിയുള്ള ബിസിനസ്സുകാർ പാർക്കിംഗ് ഫീ കൂടി ചേർത്താണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഒരു വർഷം പാർക്കിംഗ് ഇനത്തിൽ കിട്ടുന്ന വരുമാനത്തിനെ ഓരോ പ്രോഡക്റ്റിലും വിലയിട്ടാൽ പ്രശ്നം തീരില്ലേ? പരാതിയും തീർന്നില്ലേ? ഒരു 50 പൈസ വെച്ച് ചിലപ്പോൾ പ്രോഡക്റ്റിന് കൂടും. ഇത് കസ്റ്റമേഴ്സിന് മനസ്സിലാകുമോ? അവർക്ക് പരാതി ഉണ്ടാകുമോ? മറ്റ് സ്ഥാപനങ്ങളെല്ലാം അതാണ് ചെയ്യുന്നത്. പാർക്കിംഗ് ഫീ കൂടി ചേർത്തല്ലേ ഹോട്ടലുകാർ നിങ്ങളിൽ നിന്നും ബില്ല് ഈടാക്കുന്നത്? ഈ ബോധം ഉപഭോക്താക്കൾക്ക് വേണം, സന്തോഷ് ജോർജ് കുളങ്ങര പറയുകയാണ്. സഫാരി ചാനലിന്റെ മൂലധനം എന്താണ് എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഈ മറുപടി നൽകിയത്. അധ്വാനിക്കാനുള്ള മനസ്സ് തന്നെയാണ് അതിന്റെ മൂലധനം. സഫാരി ചാനൽ ആരംഭിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ചാനലിലെ ആളുകൾ വിട്ടുപോയാൽ നമ്മൾക്ക് ആ സ്ഥാപനം പൂട്ടേണ്ടി വരുമോ എന്ന്. ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന്. ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് അറിയാം. സഞ്ചാരം എന്ന പരിപാടി കൊണ്ട് ഞാൻ തുടങ്ങിയ ചാനലാണ് അത്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ആശ്രയിക്കാതെ ആ ചാനൽ കൊണ്ടുപോകാൻ എനിക്ക് അറിയാം. ഒരിക്കൽ പോലും സഫാരിയിൽ പരസ്യം കൊടുക്കണമെന്ന് ആലോചിച്ചിട്ടില്ല. പരസ്യമില്ലാതെ തന്നെ സഫാരിയിൽ വരുമാനമുണ്ട്. അതെങ്ങനെ ഉണ്ടാകണമെന്ന് അറിഞ്ഞാൽ മതി. എനിക്കൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വിജയകരമായി വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഇത്രയും കൊല്ലം സഫാരി ചാനൽ വിജയകരമായി മുന്നോട്ട് പോകുന്നത് കാരണം അതുതന്നെയാണ്. ഞാൻ എൻ്റെ ഒരു സ്ഥാപനത്തിലെ ലാഭം എടുത്ത് മറ്റൊരു സ്ഥാപനം നടത്താറില്ല. ഓരോ സ്ഥാപനവും ഇൻഡിപെൻഡന്റ് ആയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പൂർണ്ണ വിജയം നേടിയ വ്യവസായിയുമല്ല. എന്നാൽ എൻ്റെ സ്ഥാപനങ്ങളെല്ലാം വിജയകരമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. കഠിനമായ പ്ലാനിങ്ങും അധ്വാനവും അത് സഹായിച്ചിട്ടുമുണ്ട്. സാമ്പത്തിക അച്ചടക്കം എനിക്കുണ്ട്. ഒരു സ്ഥാപനത്തിൽ ലാഭം മറ്റൊരു സ്ഥാപനത്തിനായി ഞാൻ ഉപയോഗിക്കാറുമില്ല. സഫാരിക്കും ലേബർ ഇന്ത്യക്കും സഞ്ചാരി എക്സ്പ്ലോറേഷനും വിജയകരമായി മുന്നോട്ട് പോകാനുള്ള പണം അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പാക്കും. എല്ലാത്തിനും മിനിമം ലാഭമുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കുന്നുണ്ട്. അങ്ങനെയൊരു ലാഭമില്ലാതെ ബിസിനസ് നടത്തുന്നത് ശരിയല്ല. 2050 അഭിമുഖീകരിക്കാനുള്ള പദ്ധതികൾ നമ്മൾ ഇതുവരെയും ആലോചിച്ചിട്ടില്ല. അത്തരത്തിലുള്ള പദ്ധതികൾ ആലോചിച്ചാലല്ലേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. 2050 കൊച്ചി എങ്ങനെയായിരിക്കുമെന്നൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. അത്തരത്തിലൊരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ ഇല്ല. മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയവും. കേരളത്തിൽ റെസ്പോൺസ് ടൂറിസം നടപ്പാക്കണം. സാധാരണക്കാർക്കും ടൂറിസ്റ്റിന്റെ ഗുണഫലം കിട്ടണം. അവരും കൂടി ഉൾപ്പെടുന്നതായിരിക്കണം ടൂറിസം. കേരളത്തിലേക്ക് ആളുകൾ വരുന്നത് കേരളത്തിലെ പ്രകൃതിയും ജീവിതവും കാണാനാണ്. വ്യത്യസ്തമായ സംസ്കാരവും ഭക്ഷണവും അറിയാനാണ്. അത് എങ്ങനെ ഫലപ്രദമായി ഒരുക്കാം എന്നാണ് ആലോചിക്കേണ്ടതെന്നും അദ്ദേഹം പറയുകയാണ്.